എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബീസാണ്. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഫെബ്രുവരി 13 ഇന്നത്തെ പ്രധാന വാർത്തകൾ. മിനിമം ബാലൻസ് ബാങ്കുകൾ വഴി ചുമത്തരുതെന്ന് ശുപാർശ ചെയ്ത് പാർലമെൻ്ററി പെറ്റീഷൻ കമ്മിറ്റി. ഈ ശുപാർശ വന്നുടനെ തന്നെ മിക്ക പൊതുമേഖലാ ബാങ്കുകളും ഈ സേവിങ് ബാങ്ക്സിലെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ തുക കേരളത്തിൽ തന്നെ ചുമത്തിയത് 232 കോടി രൂപയാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, പണപ്പെരുപ്പ നിർണ്ണയം പുതിയ രീതിയിൽ വിലക്കയറ്റ തോത് 2.75%. അതുപോലെ തന്നെ ദേശീയപാത വികസനം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദേശീയപാത റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 23 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലത്തെ ദേശീയപാത, കൊല്ലം തിരുവനന്തപുരം 7 പേരാണ് മരണപ്പെട്ടത്. ആലപ്പുഴയിൽ 4. സാംസ്കാരിക വകുപ്പ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും വീഴ്ച എന്നാണ് റിപ്പോർട്ട്. സാംസ്കാരിക സഹകരണ വകുപ്പിലും അനധികൃത സ്ഥിരപ്പെടുത്തലിന് ശ്രമം. അതായത് 1ാം റാങ്കുകാരനായിട്ടുള്ളവർക്ക് പോലും നിയമനം കിട്ടാതെ നിയമനം കാത്തിരിക്കുന്ന റാങ്ക് പട്ടികയിലുള്ളവർ പോലും നിരാശരാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നൊക്കെയാണ് വാർത്ത. അത് സത്യമാണെങ്കിൽ ഇതൊക്കെ തൊഴിലവസരങ്ങൾ കാത്തു നിൽക്കുന്നവരെ സംബന്ധിച്ച് കടുത്ത ഒരു വിഷമവും സ്ഥിതിയാണ്, ആഘാതമാണ്. മണിപ്പൂർ സംഘർഷം, 2 വീട് കൂടി കത്തിച്ചു, സമാധാന ശ്രമം ഊർജിതം. ശബരിമല ക്രമക്കേട് നടന്നെന്ന് റിപ്പോർട്ടുണ്ട്. ജീവനക്കാരുടെ പണമിടപാടുകൾ അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി. വേറെ വാർത്ത, ESI മെഡിക്കൽ കോളേജ് സംസ്ഥാനം നഷ്ടപ്പെടുത്തിയെന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നാണ് കേന്ദ്രമന്ത്രി ആരോപിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് BEd ദേശീയ എൻട്രൻസ് ഏപ്രിൽ 17, അപേക്ഷ മാർച്ച് 10 വരെ നൽകാം. മറ്റൊരു വാർത്ത, വായ്പ തിരിച്ച് പിടിക്കൽ, RBI പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നു. കടമെടുത്തവരുടെ മാന്യത സംരക്ഷിക്കണമെന്നാണ്. അതായത് ഈ നമ്മൾ ലോൺ എടുത്ത് കഴിയുമ്പോൾ അടയ്ക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം, മനുഷ്യ സഹജമാണ്. അപ്പോൾ അവരുടെ വീടുകളിൽ മരണം, അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം, ജപ്തി പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുതെന്നുള്ള ഒരു മാർഗരേഖ RBI കൊണ്ടുവരികയാണ്. ഇന്ത്യ 2020 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ നമീബിയക്കെതിരെ 93 റൺസ് വിജയം. ഹാർദിക് പാണ്ഡ്യയാണ് മാൻ ഓഫ് ദ പ്ലെയർ എന്നാണ്. പ്രധാനപ്പെട്ട വേറൊരു സംഭവം, നമ്മളെല്ലാം ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുമ, നമുക്കൊക്കെ ഉണ്ടാകുന്ന ചുമ നീണ്ട 2-3 ആഴ്ച നിൽക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ശ്വാസം മുട്ട്, അതുമായി ബന്ധപ്പെട്ട പൾമണോളജി ഡോക്ടറെ കാണൽ തുടങ്ങിയ നിരവധി എപ്പിസോഡുകൾ, അത് ശരിക്കും തുടക്കത്തിലേ അത് നമ്മൾ നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണമെന്നാണ്. 3 ഇനം വൈറസുകളാണ് ഇതിന് ഇടയാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് മരുന്നുകൾ വാങ്ങിക്കഴിക്കുകയും രോഗാവസ്ഥ കിടക്കുമ്പോൾ മാത്രം ചികിത്സ തേടുകയും ചെയ്യുന്നത് സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് നയിക്കും. നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവം, ചെറിയ എന്തെങ്കിലും വന്നാൽ ഉടനെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി ഒരു കഫ് സിറപ്പ് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് കഴിച്ച ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുക. അത് ഞാനടക്കം ചെയ്യുന്നതാണ്. പക്ഷേ അത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കോവിഡിന് ശേഷം വരുന്ന ഇത്തരം വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ മൾട്ടി ഡിസ്ഫങ്ഷൻ എല്ലാ കാര്യത്തിലും, ഓർഗൻസിലും എല്ലാം ഉണ്ടാക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വോട്ടെണ്ണൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാന നിലപാടുകൾ. വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവ അവധി, സർക്കാർ നിലപാട് ആരാഞ്ഞ് ഹൈക്കോടതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലെറ്റ്സ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വാർത്തകളുമായി നാളെ കാണാം. നമസ്കാരം.